നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദില്ലിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ യുവാക്കളോട് നേരിട്ട് സംവദിക്കാൻ ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ അർദ്ധരാത്രിയുള്ള വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ്. ജനലക്ഷങ്ങളാണ്, അതായത് കോടിക്കണക്കിന് ജനങ്ങളാണ് ആ വീഡിയോ കണ്ടത്. അത്രമാത്രം ഇൻ്റർനെറ്റിൽ നരേന്ദ്രമോദിയുടെ ആ സെൽഫി വീഡിയോ വൈറലായിരുന്നു. അദ്ദേഹം നേരിട്ട് യുവജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ തൻ്റെ സർക്കാർ എടുക്കാൻ പോകുന്നു എന്ന ഒരു സൂചനയാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നൽകിയത്. അതിനുശേഷവും അദ്ദേഹം പല വീഡിയോകൾ ചെയ്തു. ഇന്നലെ ഏതാണ്ട് രാത്രിയോടുകൂടി വീണ്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വീഡിയോ പുറത്തു വന്നു. അതും ഇൻസ്റ്റഗ്രാമിൽ തന്നെയായിരുന്നു അദ്ദേഹം വീഡിയോ ചെയ്തത്. സെൽഫി വീഡിയോ തന്നെയായിരുന്നു. ആ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയ നയവ്യത്യാസം അല്ലെങ്കിൽ ഒരു പാറ്റേണിലെ വ്യത്യാസം നമുക്ക് പ്രകടമായി കാണാം. അതായത് ആദ്യ ദിവസങ്ങളിലെ വീഡിയോകളിലെല്ലാം അദ്ദേഹം പറഞ്ഞത് യുവജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനായി തൻ്റെ സർക്കാർ എടുത്ത നടപടികളെക്കുറിച്ചായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ വഴിതെറ്റിയ യുവത്വത്തിനെ കുറിച്ചായിരുന്നു. ജന്തർ മന്ദറിൽ സമരം നടത്തിയതൊക്കെ നല്ലതാണ്, പക്ഷേ ആ സമരത്തിനിടയിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പരസ്പരം വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഞാൻ കേട്ടു. നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുക? ഒരു വലിയ സാംസ്കാരികമായ ച്യുതി ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അത് എങ്ങനെ സംഭവിച്ചു? അത് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമാണോ? ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ഇന്നലെ യുവജനങ്ങൾക്ക് മുന്നിൽ വച്ചത്. തന്നെ ചീത്ത പറഞ്ഞു എന്നുള്ളത് അംഗീകരിക്കുന്നു, പക്ഷേ തൻ്റെ മാതാവ്, മരിച്ചുപോയ മാതാവിനെ കുറിച്ചും പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അത്തരം ആക്ഷേപങ്ങൾ, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നടത്തുന്നത് സമൂഹത്തിനോ അതുപോലെ തന്നെ വ്യക്തിക്കോ യാതൊരു ഗുണവും ഉണ്ടാക്കുകയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം അത് വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇത്തരം അപവാദ പ്രചരണങ്ങൾ സഹായിക്കുകയുള്ളൂ, ഇത്തരം തെറിവിളികൾ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെതായ സംസ്കാരശൂന്യമായ പദപ്രയോഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് രാജ്യത്തിൻ്റെ വികസനത്തിനായി മുന്നോട്ട് പോകാം. ഇത്തരത്തിൽ തന്നെ അധിക്ഷേപിച്ച എല്ലാവർക്കും അദ്ദേഹം മാപ്പ് നൽകിക്കൊണ്ട് അവർ തിരുത്തണം എന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നലത്തെ വീഡിയോ അവസാനിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് യുവാക്കളെ. അതായത് യുവാക്കളിൽ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ സമരാനുകൂലികളുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ആ ആവശ്യങ്ങളെ എങ്ങനെ സർക്കാർ പരിഗണിക്കുന്നു എന്ന് കൃത്യമായി അറിയിക്കുന്ന വീഡിയോകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതെങ്കിൽ ഇന്നിപ്പോൾ തന്നെ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന പലതരത്തിലുള്ള പ്രവണതകളെ അദ്ദേഹം അതിനിശിതമായി, മൃദുവായ ഭാഷയിലാണെങ്കിൽ പോലും അതിനിശിതമായി വിമർശിച്ചിരിക്കുന്നു. ഇത് ഈ രാജ്യത്തിന് ആവശ്യമില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു. നിങ്ങൾ തെറ്റിതിരുത്തി വരികയാണെങ്കിൽ ഞങ്ങളോടൊപ്പം, ഞങ്ങൾ നിങ്ങളെ ചേർത്ത് നിർത്താം, രാജ്യത്തിൻ്റെ വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നൊരു വാഗ്ദാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ഈ CJPയുടെ അധ്യക്ഷൻ അഭിജിത്ത് ദീപ്കയെ പോലും അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട്. കാരണം അഭിജിത്ത് ദീപ്കെ ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദിയെ ആദ്യം മുതൽ തന്നെ ടാർഗറ്റ് ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഉയർത്തി കാണിക്കുന്നതിനപ്പുറം നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള കമൻറ്റുകളും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഈ യുവാക്കളുമായി നരേന്ദ്രമോദി നേരിട്ട് ഇൻസ്റ്റയിലൂടെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ സംവദിക്കുന്നത് അഭിജിത്ത് ദീപ്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ച് ചോദിച്ചത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ വളരെ കൃത്യമായ മൂർച്ചയുള്ള വിമർശകനായി അഭിജിത്ത് ദീപ്കെ മാറി. സത്യത്തിൽ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളല്ല, മോദിയാണ് അഭിജിത്ത് ദീപ്കയുടെ ടാർഗറ്റ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ നരേന്ദ്രമോദി ചെയ്തത് എന്ന് വ്യക്തമാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്തായി കാണപ്പെടുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് നരേന്ദ്രമോദിയെ പോലെ ഇത്രയധികം ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ കേട്ട ഒരു നേതാവ് വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവിടെ ഒരു കലാപം നടന്നു. ആ കലാപത്തിൻ്റെ പേരിൽ മരണത്തിൻ്റെ വ്യാപാരി എന്നുവരെ വിളിപ്പേര് കേട്ട ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെ ആ കലാപത്തിൽ നടന്ന മരണത്തിനുമൊക്കെ ഉത്തരവാദി
നരേന്ദ്രമോദിയാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ് രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷേ ആ പ്രചരണങ്ങളൊന്നും ഏശിയില്ല. വ്യക്തിപരമായി നരേന്ദ്രമോദിയെ ആക്രമിക്കും തോറും ഭാരതത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നത് വർദ്ധിപ്പിച്ചു എന്നാണ് മുൻകാല അനുഭവങ്ങൾ. അതായത് 2001 മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദിക്ക് ഗുജറാത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയം ലഭിച്ചു. ഓരോ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ കോൺഗ്രസിലെ ഒരു നേതാവ് മണിശങ്കർ അയ്യർ അന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനൊന്നും കഴിയില്ല, അതിനുള്ള യോഗ്യതയൊന്നും അദ്ദേഹത്തിനില്ല. നേരെ മറിച്ച് അദ്ദേഹം AICC ഓഫീസിൽ വന്ന് ചായ വിറ്റുകൊള്ളട്ടെ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. മാത്രമല്ല, വ്യക്തിപരമായ വലിയ അധിക്ഷേപങ്ങൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇനിയിപ്പോൾ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി, മോദിക്ക് ഗുജറാത്തിലുള്ള 1-2 പേരെ മാത്രമേ മോദി അറിയൂ, ബാക്കി ഒരു നാഷൻ വൈഡ് റീച്ച് മോദിക്കില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിശാരദന്മാരൊക്കെ അന്ന് അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ആക്ഷേപങ്ങളെയും തനിക്ക് നേരെയുള്ള പൂച്ചെണ്ടുകളായി മാറ്റുകയായിരുന്നു. ഇതെല്ലാം പ്രധാനമന്ത്രി എത്രമാത്രം ഇത്തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു അത്രമാത്രം അദ്ദേഹത്തിന് പിന്തുണ വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ ഇനി ഏകകക്ഷി ഭരണം സാധ്യമാവില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ സമയത്താണ് BJPക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി ആ തെരഞ്ഞെടുപ്പിൽ നയിച്ചത്. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു. 2019 വീണ്ടും വർദ്ധിച്ച സീറ്റുകളോടുകൂടി അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു. ആ സമയത്ത് മോദിക്കെതിരെ ചൗക്കീദാർ ചോർ ഹേ, കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കൊക്കെ കനത്ത തിരിച്ചടി ഭാരതത്തിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് യാത്ര നടത്തിയത്. ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പശ്ചിമ ബംഗാളിലും അതുതന്നെ സംഭവിച്ചു. ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോഴെല്ലാം അതിന് കൃത്യമായ തിരിച്ചടി കിട്ടുകയായിരുന്നു ഈ അധിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് കിട്ടിയിരുന്ന അനുഭവം. ഇപ്പോഴിതാ അഭിജിത് ദീപ്കയും സംഘവും ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ആ സാഹചര്യം ഇന്നലെ ചൂണ്ടിക്കാണിക്കുകയാണ്, ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചെയ്തിരിക്കുന്നത്. അത് വലിയ ഡാമേജ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജനവിധിയാണ് ഏറ്റവും പരമപ്രധാനം. 4 പേർ കൂടിയിരുന്ന് ഭീഷണി മുഴക്കിയാൽ ഒരു പക്ഷേ സർക്കാർ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ കലാപങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തു എന്ന് വരും. പക്ഷേ ജനവിധി അത് ഈ പറയുന്ന ആളുകൾക്ക് അനുകൂലമായെങ്കിൽ മാത്രമേ ഇവരുടെ അജണ്ട നടപ്പിലാവുകയുള്ളൂ. എന്നാൽ തനിക്കെതിരായിട്ടുള്ള ഇപ്പോഴും നടക്കുന്ന വ്യക്തിഹത്യ, തനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഇതെല്ലാം വീണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലത്തെ വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ 5ാം വീഡിയോ, ആ 5ാം വീഡിയോയിലും വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 82 മില്യൺ ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്റർനെറ്റിൽ ഇപ്പോൾ അത് തീ പോലെ ആളിപ്പടരുകയാണ്. വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5ാം വീഡിയോയും. എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ അതീവ രസകരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമൻറ്റുകളാണ് ഏറെയുമുള്ളത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് താൻ RSSന്റെ ലിസ്റ്റിൽ 3ാം പേരുകാരനാണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നു. അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കൊക്കെ കാരണമായിരുന്നു. ബ്രിട്ടാസിനെ 3ാം ലിസ്റ്റിൽ നിന്നൊന്ന് നീക്കും മോദിജി എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകളും മോദിയുടെ ഈ കമന്റിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതുൾപ്പെടെ രസകരമായ നിരവധി കമന്റുകൾ അതിനകത്തുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ യുവജനത ഈ കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അദ്ദേഹം ജനവിശ്വാസം തെളിയിക്കുകയാണ്, വീണ്ടെടുത്ത് തെളിയിക്കുകയാണ് നരേന്ദ്രമോദി എന്ന് തന്നെ പറയണം. 4 പേർ ജന്തർ മന്ദറിൽ കൂടിയിരുന്ന് തെറി വിളിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഇമേജിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ സർക്കാരിനോ ഒന്നും നേടാനില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തകർച്ചയും വരാനില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിൻ്റെ യുവാക്കൾ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ, എന്നാൽ ഞാൻ അവരുമായി നേരിട്ട് സംവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റയിലൂടെ സധൈര്യം സംവദിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.